നമുക്കിന്ന് പാൽപ്പാടയിൽ നിന്ന് നെയ്യ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതൊരു ഗ്ലാസ്സോളം നിറച്ചുണ്ട്. നമ്മൾ ദിവസവും പാൽ വാങ്ങുമ്പോൾ അതിൻ്റെ പാട എടുത്ത് വെക്കുന്നതാണ്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നമുക്ക് അടിയിലൊട്ടും പിടിക്കാണ്ട് കിട്ടും. അപ്പം ഞാൻ പാത്രം ചൂടായപ്പോൾ അതിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചു വരും. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്കത് കുറുകി വരുന്ന കാണാം. അതിലുള്ള പാലിൻ്റെയും വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി മാറി അത് കുറുകി വരുന്നുണ്ട്. ഇപ്പം നല്ലൊരു നെയ്യുടെ മണം ഇങ്ങനെ വരുന്നുണ്ട്. നെയ്യ് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം ഇതിനകത്ത് കേട്ടോ. നമ്മളിത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും ഓഫാക്കണം, അല്ല കരിഞ്ഞു പോവേ. അന്നേരം നമുക്ക് ഇത് ഞാനിപ്പോൾ ബ്രൗൺ കളർ ആയപ്പോൾ ഇറക്കി വെച്ചിട്ടുള്ളതാണ്. തണുത്തതിന് ശേഷം നമുക്ക് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. പണ്ട് സ്പൂണിന് കോരുമ്പോൾ നല്ല നെയ്യുടെ കളർ കാണുന്നുണ്ടോ, നല്ല സ്മെല്ലും ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് നെയ്യ് ഉപയോഗിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് നെയ്യ് തീർന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെയാണ് നെയ്യ് അടിച്ചെടുക്കുന്നത്. എനിക്ക് എല്ലാ ബിരിയാണിയും പായസത്തിനും എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നു, അപ്പം അതിൽ ലൂസായിട്ട് കാണുന്നത് ഞാൻ ഇപ്പോൾ ഒഴിച്ചതാണ്. കട്ടയായിട്ടുള്ളത് അതിനകത്ത് ഉണ്ടായിരുന്നത് തന്നെ നെയ്യാണ്. നല്ല മണം ഉണ്ടാവും. നല്ല മണം ഉണ്ടാ.